ഇതൊക്കെ പഴയ രീതിയാണ്. കാലം മാറി. ഓസ്ട്രേലിയൻ സ്റ്റൈലിൽ ചോദിക്ക്. Will you marry me? അങ്ങനെ മനുവും പ്രിയയും കുട്ടനാട്ടിലേക്ക് മനുവിൻ്റെ തറവാട്ട് വീട്ടിലേക്ക് തന്നെ എത്തി. അവരുടെ ആ തിരിച്ചുവരവ് മനുവിൻ്റെ വീട്ടുകാർക്ക് ഏറെ സന്തോഷമുള്ളതായിരുന്നു. മനുവിൻ്റെ അച്ഛനും അമ്മയും കൂടി എത്രയും പെട്ടെന്ന് അവരുടെ വിവാഹം നടത്തി കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അവരെല്ലാവരും കൂടി അത്താഴം കഴിക്കാനിരിക്കുന്ന സമയത്ത് മനുവിൻ്റെ അച്ഛനും അമ്മയും കൂടി അത് മുത്തശ്ശിയോട് പറയുകയും ചെയ്തു. മുത്തശ്ശിക്കാകട്ടെ അത് കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷമായിരുന്നു. തൊട്ടടുത്ത മുഹൂർത്തത്തിൽ തന്നെ നമുക്കത് നടത്തി കൊടുക്കണമെന്നായിരുന്നു മുത്തശ്ശിയുടെ മറുപടി. അങ്ങനെ തൊട്ടടുത്ത മുഹൂർത്തത്തിൽ തന്നെ അത് നടത്തി കൊടുക്കുകയും ചെയ്തു. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് അവരുടെ സന്തോഷ നാളുകളായിരുന്നു. മനുവിൻ്റെ വീട് പ്രിയയ്ക്ക് ഒരു സ്വർഗമായിരുന്നു. കാരണം അവരുടെ വീട്ടിലുള്ള പരസ്പര സ്നേഹവും ഐക്യവും ബഹുമാനവും എല്ലാം പ്രിയയ്ക്ക് വളരെ ഏറെ ഇഷ്ടമായിരുന്നു. ആ ജീവിതത്തിലൂടെ പ്രിയയ്ക്ക് വളരെ ബഹുമാനവുമായിരുന്നു. മനുവിൻ്റെ വീട്ടുകാരും മനുവും പ്രിയയെ സ്നേഹം കൊണ്ട് വിയർപ്പ് മുട്ടിക്കുകയായിരുന്നു. ഇതിനിടയിൽ നമ്മുടെ മനുവിൻ്റെയും പ്രിയയുടെയും ഹണിമൂൺ എല്ലാം കഴിഞ്ഞിരുന്നു. അതിനുശേഷം നമ്മുടെ പ്രിയ പ്രഗ്നൻ്റ് ആവുകയും ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തിരുന്നു. പ്രിയ ഒരു പെൺകുഞ്ഞിനായിരുന്നു ജന്മം നൽകിയത്. മനുവിൻ്റെ വീട്ടുകാർ ഏറെ സന്തോഷത്തിലായിരുന്നു. അങ്ങനെ അതിനിടയിൽ മനുവിനും പ്രിയയ്ക്കും ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. അവർക്ക് തിരിച്ച് മുംബൈയിലോട്ട് തന്നെ പോകണമെന്നും. കാരണം ഒരുപാട് നാളായല്ലോ ജോലിയൊന്നും ഇല്ലാതെ നാട്ടിൽ കൂടിയിട്ട്. അപ്പോൾ അത് വീട്ടുകാർക്കും മുത്തശ്ശിക്കും എല്ലാം ഒരുപാട് സങ്കടമായിരുന്നു. പക്ഷേ ഈ കുഞ്ഞിനെയും കൊണ്ട് എങ്ങനെ പോകുമെന്നായിരുന്നു. ഒടുവിൽ അവരൊരു തീരുമാനത്തിലെത്തി. കുഞ്ഞിനെ വീട്ടിൽ നിർത്തിക്കൊണ്ട് മനുവും പ്രിയയും മുംബൈയിലോട്ട് തിരിച്ചു പോവുകയാണെന്ന്. പക്ഷേ മുംബൈയിലെത്തിയതിൻ്റെ ശേഷം നമ്മുടെ പ്രിയയ്ക്ക് കാര്യമായൊന്നും ജോലിയിലൊന്നും ശ്രദ്ധിക്കാൻ കഴിയാതെ വന്നു. അതേ അവസ്ഥ തന്നെയായിരുന്നു മനുവിനും ഉണ്ടായിരുന്നത്. അങ്ങനെ അവർ തീരുമാനത്തിലെത്തി. തങ്ങളുടെ തീരുമാനം തെറ്റായിരുന്നു. മുംബൈയിലേക്ക് തിരിച്ചു വരാനുള്ളത്. തൻ്റെ കുടുംബത്തോടൊപ്പം കുഞ്ഞിനുമൊപ്പം നാട്ടിൽ തന്നെ നിൽക്കുന്നതാണ് നല്ലത് എന്ന്. അങ്ങനെ പ്രിയയും മനുവും തിരിച്ച് നാട്ടിലോട്ട് തന്നെ തിരിച്ചു പോയി. ഒരുപാട് സന്തോഷത്തോടു കൂടി വീട്ടുകാർ അവരെ സ്വീകരിച്ചു. പ്രിയ ആണെങ്കിൽ തൻ്റെ കുഞ്ഞിനെ കാണാനുള്ള ആകാംക്ഷയോടെയായിരുന്നു എത്തിയത്. അവിടെ എത്തിയപ്പോൾ പ്രിയയ്ക്ക് തൻ്റെ ശ്വാസം തിരിച്ചു കിട്ടിയതുപോലെയായിരുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടി തീരുമാനിച്ചു മനു ഇനി അച്ഛൻ്റെ കൂടെ കൃഷിയിലും പറമ്പ് നോക്കുന്നതിലൊക്കെ സഹായിച്ച് നാട്ടിൽ കൂടട്ടെ എന്ന്. മനുവാണെങ്കിൽ യാതൊരു എതിർപ്പും കൂടാതെ അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ പ്രിയയും മനുവും വീട്ടുകാരും ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ. മനുവിൻ്റെ അച്ഛന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും സന്തോഷമുണ്ട്. കാരണം തൻ്റെ മകൻ തൻ്റെ കൂടെ നാട്ടിൽ കൂടുമെന്നോ തൻ്റെ സഹായിയായി കൂടെ നിൽക്കുമെന്നോ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലായിരുന്നു. ഒരുപാട് മാറ്റം അവന് വന്നിട്ടുണ്ട് എന്ന് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. ഇപ്പോൾ നാട്ടിൽ സുഖമായി മനുവും കുഞ്ഞും പ്രിയയും ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത്.